പക്ഷെ നമ്മളത് അത്രയും വലിയൊരു ആള്. പക്ഷെ പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു നമുക്ക് ഒരു ടേക്കും കൂടെ എടുക്കാം മനസ്സിലാക്കി പറഞ്ഞു. അപ്പൊ ഹംബിളായിരുന്നു, ഹംബിൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ശരിക്കും മെസ്സേജ് ഒക്കെ അയച്ചു നോക്കിയായിരുന്നു അല്ലേ, ഇത് ശരിയാണോ അറിയാം? നമ്മളല്ല അങ്ങനെയല്ല, നമ്മള് അങ്ങനെ മെസ്സേജ് അയച്ചാൽ കാരണം നമ്മളല്ല ആരാണെങ്കിലും നമ്മൾ അങ്ങനെ അയച്ചു പോവല്ലോ ആ ഒരു മൊമെന്റ് കാണുമ്പോ. ഇപ്പം അശ്വതിയുടെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ മൂവീസ് ഒക്കെ ഇങ്ങനെ ചെയ്തു, ആദ്യമായിട്ട് ഈ പബ്ലിക്കിൽ ഇറങ്ങി ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി, അതൊക്കെ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു? ആദ്യത്തെ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു, ആളുകൾ തിരിച്ചറിയുന്ന ആ ഒരു ഫീല്? അത് ഭയങ്കര ഒരു ഫീലായിരുന്നു എനിക്ക്. ക്വീൻ ഇറങ്ങിയിട്ട് നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് പോകുന്നത് വരെ ഞങ്ങൾ വീട്ടിലോട്ടൊന്നും പോയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഓരോ തിയേറ്റേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. അപ്പൊ കൊടുങ്ങല്ലൂര് ലാലേട്ടൻ ഫാൻസിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അവിടെ ഒരു ഷോ നടത്തുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് വന്ന സമയത്ത് എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഫുൾ ഫാൻസുകാർ മൊത്തം വെളിയിൽ നിൽക്കുന്ന ഈ ലാലേട്ടന്റെ ഈ പാട്ട്. അപ്പം ആ നേരം എന്നോട് ഷാരിസൊക്കെ പറഞ്ഞു, എടാ വണ്ടിയുടെ മേളിൽ കയറാന്ന് പറഞ്ഞു. വണ്ടിയുടെ മേളിൽ കയറാവ്